ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടയിൽ അക്രമം അഴിച്ചുവിട്ട CPM ക്രിമിനലുകളെ സംരക്ഷിച്ച് പോലീസ്. പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒത്തുകളിക്കുകയാണെന്ന ആരോപണം ശക്തമാണ്. കേസിലെ 8 പ്രതികളും ഒളിവിലാണെന്നാണ് പോലീസിന്റെ വാദം. പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ BJP പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, നമുക്കറിയാം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടയിൽ CPM ക്രിമിനലുകൾ മനഃപൂർവ്വം അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ആദ്യമൊക്കെ ഒളിച്ചുകളി തുടർന്ന പോലീസ് നിലവിൽ പ്രതികൾ ആര് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തിയെങ്കിലും അറസ്റ്റ് ചെയ്യാതെ നീങ്ങുന്ന ഒരു സാഹചര്യവും കൂടി ഇപ്പോൾ നിലവിൽ കാണുകയാണ്. എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാകുമെന്ന് BJPയും അറിയിച്ചിട്ടുണ്ട്. എന്താണ് സാഹചര്യം? രോഹിണി, കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ശോഭയാത്രയ്ക്കിടെ CPM ക്രിമിനലുകൾ ഇതിനിടയിൽ അക്രമം നടത്തിയത്. ഒരു കൂട്ടം ആളുകൾ സംഘം ചേർന്ന് ശോഭയാത്രയ്ക്കിടയിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു. അതിനുശേഷം സ്ത്രീകൾ അടക്കമുള്ളവരെ ആക്രമിക്കുകയാണ് ചെയ്തത്. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ശ്രീരാമൻ്റെ പാട്ട് വെച്ചിരുന്നു. ഈ പാട്ടിന് ഒത്ത് ചുവട് വെക്കരുത് എന്ന് ആക്രോശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ CPM ക്രിമിനലുകൾ ഇവിടെ അക്രമം നടത്തിയത്, മർദ്ദനം നടത്തിയത്. പോലീസ് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും കാര്യമായി ഒന്നും തന്നെ ഇടപെട്ടിരുന്നില്ല. പിന്നീട് ആളുകളെല്ലാം തന്നെയാണ് ഈ ക്രിമിനലുകളെ പിടിച്ചു മാറ്റിയത്. ഈ അക്രമത്തിൽ ഇവിടെ ഈ ശോഭയാത്രയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് അടക്കം പരിക്കേറ്റിരുന്നു. അവർ പിന്നീട് ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ ശോഭയാത്ര സംഘാടകർ കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. സമ്മർദ്ദം ശക്തമായപ്പോൾ 8 പേർക്കെതിരെ, കണ്ടാലറിയാവുന്ന 8 പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇതിൽ കാപ്പപ്രതി അടക്കമുള്ളവർ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ ഇത്രയും 2 ദിവസമായിട്ടും ഈ പ്രതികളെ പിടിക്കാൻ പോലീസിന് കഴിയുന്നില്ല. കാരണം ഈ പ്രതികളെല്ലാം തന്നെ പ്രദേശവാസികൾ കൂടിയാണ്, CPM പ്രവർത്തകരാണ്, DYFI പ്രവർത്തകരും ഈ കൂട്ടത്തിൽ ഉണ്ട്. ഇവരെല്ലാം തന്നെ പ്രദേശത്തെ ഗുണ്ടകൾ കൂടിയാണ്. ഇവരെ പിടികൂടാൻ ഈ 2 ദിവസം പിന്നിട്ടിട്ടും പോലീസിന് കഴിയുന്നില്ല. ഇവർ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്ന ഭാഷ്യം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം പോലീസിന്റെ ഈ ഒത്തുകളി കൂടി ഇതിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ BJP അടക്കമുള്ളവർ ശക്തമായി പ്രതിഷേധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രതിഷേധ പ്രകടനം അടക്കം നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ് BJP പ്രവർത്തകർ അടക്കം ഉള്ളത്. കാരണം കുട്ടികൾ അടക്കം പങ്കെടുത്ത ഒരു പരിപാടിയാണ്. സ്ത്രീകളും കുട്ടികളും പ്രായമുള്ള ആളുകൾ അടക്കം പങ്കെടുത്ത ശോഭയാത്രയാണ്. മാന്യമായ രീതിയിൽ സംഘടിപ്പിച്ച ശോഭയാത്ര. അത് ശോഭയാത്രയായി നടന്നു പോകുന്നതിന് ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത്. ബോധപൂർവമായ കരുതിക്കൂട്ടിയുള്ള ഒരു അക്രമം തന്നെയാണ് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. പക്ഷേ പോലീസ് ഈ ഭാഗത്തും ഉണ്ടായിരുന്നു. കൃത്യമായി തന്നെ അതിൻ്റെ ദൃശ്യങ്ങളടക്കം, ഈ അക്രമം നടത്തിയ ആളുകളുടെ ദൃശ്യങ്ങൾ അടക്കം സമർപ്പിച്ചുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്നിട്ടും ഈ പ്രദേശവാസികളായ ഈ ഗുണ്ടകൾക്കെതിരെ ഒരു നടപടിയും പോലീസിന് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും ഇതിനകം പോലും പോലീസിന് ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ ഈ ഒത്തുകളിക്കെതിരെയും CPMന്റെ ഈ ഗുണ്ടായുസത്തിനെതിരെയും ശക്തമായ പ്രതിഷേധവുമായി BJP അടക്കമുള്ള മറ്റ് ഹൈന്ദവ സംഘടനകൾ രംഗത്തിറങ്ങാൻ കാരണം. വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. രോഹിണി. ശരി, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.